വി.ഡി. സതീശൻ പറഞ്ഞു സുധാകരനെ പ്രസിഡന്റാക്കിയാൽ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കും. എന്റെ പ്രസിഡന്റായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതൃത്വമാക്കിയ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമെന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വാർത്ത കിട്ടിയത്? എന്ത് മര്യാദകേടാണ് നിങ്ങൾ ചെയ്തത്? ഒരാളും പറഞ്ഞില്ല, അപ്പോഴും ചർച്ച ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് പരിഭവം പങ്കുവയ്ക്കാനുണ്ട് നിങ്ങളായിട്ട്, എല്ലാവരോടുമല്ല. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോൺഗ്രസിനെ ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി ആക്രമിക്കുകയാണ്. ഒരു ചാനൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഏകദേശം 40ഓളം വ്യാജ വാർത്തകളാണ് കോൺഗ്രസിനെതിരെ ഉണ്ടാക്കിയത്. അന്തരീക്ഷത്തിൽ നിന്ന് ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കി നുണബോംബാണ്. നമസ്കാരം. CPM-ലും കോൺഗ്രസിലും രണ്ട് സുധാകരന്മാർ ഉയർത്തിയ വിവാദങ്ങൾ അത് കേരളം ഒരുപാട് ചർച്ച ചെയ്തു. ഇവിടുത്തെ ചാനലുകളും മറ്റു മാധ്യമങ്ങളും എല്ലാം ധാരാളമായി ചർച്ച ചെയ്തു. അതിൽ ആലപ്പുഴയിലെ ജി സുധാകരൻ, CPM-ന്റെ 6 പതിറ്റാണ്ടുകാലം ശക്തനായ നേതാവായിരുന്ന ജി സുധാകരൻ LDF-ന്റെ അല്ലെങ്കിൽ CPM-ന്റെ കരണക്കുറ്റി നോക്കി അടികൊടുത്തു. അവിടെ CS സുജാതയും മറ്റു നേതാക്കന്മാരും ഒക്കെ ഒരു സമവായത്തിന് ചെന്നു. ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി കള്ളം പറയുന്നുണ്ട്. ഞാൻ 3 വട്ടം വിളിച്ചിരുന്നു, സുധാകരൻ എടുത്തില്ല എന്ന് പറഞ്ഞ്. സുധാകരൻ പറയുന്നു, എൻ്റെ ഫോണിലേക്ക് ആര് വിളിച്ചാലും ഞാൻ എടുക്കും, ഞാൻ ബാത്റൂമിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തിരിച്ചു വിളിക്കും, എന്നെ ആരും വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. ആരാണ് കള്ളം പറയുന്നതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും. എന്തായാലും ജി സുധാകരൻ UDF-ന് സപ്പോർട്ടോടുകൂടി അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നു. എന്തിനാണ് ജി സുധാകരനെ UDF സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ UDF-ന്റെ ഒരു വലിയ നേതാവിനോട് ചോദിച്ചു, നിങ്ങൾ കാണിച്ചത് മണ്ടത്തരമാണ്. അവിടെ M. ലിജുവിനെയോ അങ്ങനെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ സുധാകരൻ സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ CPM-ന്റെ വോട്ട് സ്പ്ലിറ്റ് ആവും, അതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാമായിരുന്നു. ഇതിപ്പോൾ ചീത്തപ്പേര് മാത്രമല്ലേ ബാക്കിയാവുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, UDF-ന്റെ വലിയ നേതാക്കന്മാർ ജി സുധാകരൻ ഒരു ഉറപ്പ് കൊടുത്തതിൻ്റെ പേരിലാണ് ജി സുധാകരൻ മത്സരിക്കാൻ ഇറങ്ങിയത്. അല്ലെങ്കിൽ ജി സുധാകരൻ മത്സരിക്കുമായിരുന്നില്ല. ഞങ്ങൾ പിന്താങ്ങാമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ജി സുധാകരൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ജി സുധാകരനെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഈ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പുറത്തു നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഇതുപോലെ ചില അന്തർനാടകങ്ങളുണ്ടാകും. ഇനി കണ്ണൂരിലേക്ക് നമുക്ക് വെച്ച് പിടിച്ചാൽ അവിടെ കെ സുധാകരന് സംഭവിച്ചതെന്താണ്? കെ സുധാകരൻ മത്സരിക്കണമെന്ന് ശരിയായും ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം തെറ്റാണെന്ന് പറയാനും കഴിയില്ല. കാരണം 78 or 79 വയസ്സായി. ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഒരു MP ആയി പാർലമെന്റിൽ പോയിരുന്നിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു MLA ആയി ഒരു മന്ത്രിയായി വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. മാത്രവുമല്ല, CPM-നെ എതിരിടാൻ എല്ലാ കാലവും കണ്ണൂരിൽ ഇരട്ടച്ചങ്കുമായി നിൽക്കുന്ന കെ സുധാകരൻ CPM-ന്റെ ചില നേതാക്കന്മാർക്കോ ചില അണികൾക്കോ ചില മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അത് സത്യവുമാണ്. എന്നാൽ ഒടുവിൽ സുധാകരൻ പിന്മാറിയിരിക്കും. ആ പിന്മാറ്റം LDF-ന്റെ കരണക്കുറ്റിക്ക് തീർത്തടി കൊടുത്തതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. LDF-ന്റെ മാത്രമല്ല, ചില ചാനലുകളുടെയും, പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനൽ, അവർ റേറ്റിംഗിൽ ഒന്നാമതെത്താൻ വേണ്ടി അവർ കള്ളങ്ങൾ, പച്ചക്കള്ളങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇവിടെ LDF-നെ അധികാരത്തിലെത്തിക്കാൻ CPM-ന്റെ പിണിയാളായി നിന്നുകൊണ്ട് അതിന്റെ ഉടമ എന്ന് പറയുന്ന ഒരാളും കൂടി ഒരു മാധ്യമപ്രവർത്തന വേഷം ധരിച്ചുകൊണ്ട് ചാനലിൽ വരാറുണ്ട്. ആ ചർച്ചകൾ മുഴുവൻ നോക്കുക. ആ ചാനൽ മുതലാളി എപ്പോഴും LDF-ന്റെ CPM-ന്റെ ഒരു പ്രതിനിധിയായി നിന്നാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ മഹാനാണ്, പിണറായി സർക്കാർ ഇവിടെ കേരളത്തിൽ ചെയ്തതല്ലാതെ അതിനു മുമ്പ് ഭരിച്ചിരുന്നവരാരും ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ചും UDF മന്ത്രിസഭ, ഉമ്മൻചാണ്ടി സർക്കാർ എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് നിരന്തരമായി പറയുന്നു. അതൊക്കെ അവരുടെ ഇഷ്ടം. അവര് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, വലിയ കേസാണ്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നിർത്തുന്നത് പിണറായി വിജയനായിരിക്കാം, LDF സർക്കാരായിരിക്കാം. അതുകൊണ്ട് അവരെ താങ്ങാതിരിക്കാനോ അവരെ ഹെൽപ്പ് ചെയ്യാതിരിക്കാനോ കഴിയില്ല. അതെന്തുമായിക്കൊള്ളട്ടെ, അവര് ഒരു പച്ചക്കള്ളം വാർത്ത അടിച്ചു വിടുകയാണ്. കെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു, കെ സുധാകരന് സീറ്റില്ല. അത് റിപ്പോർട്ട് ചെയ്തൊരു റിപ്പോർട്ടറുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ച് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വലിയ പബ്ലിസിറ്റി കൊടുക്കുകയാണ്. ഇതുപോലുള്ള റിപ്പോർട്ടർമാരാണ് കേരളത്തിന് വേണ്ടത്. മറ്റാർക്കും കിട്ടാത്ത വാർത്തകൾ റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് പരസ്യം. റിപ്പോർട്ടർ ചാനലിന് എവിടുന്നാണ്, ആരാണ് ഈ ന്യൂസ് കൊടുത്തത്? ഒരു മാധ്യമപ്രവർത്തകൻ എത്തരത്തിലായിരിക്കണം ന്യൂസ് കൊടുക്കേണ്ടത്, ജനങ്ങളെ അറിയിക്കേണ്ടത്? കൃത്യത ഉണ്ടായിരിക്കണം, അതിന് തെളിവുകൾ ഉണ്ടായിരിക്കണം. സുധാകരൻ എല്ലാവരോടും ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു? ഇലക്ഷൻ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ സ്വതന്ത്രമായി മത്സരിക്കും, 15 സീറ്റിൽ എൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തും, UDF-നെ ഞാൻ അധികാരത്തിൽ കൊണ്ടുവരില്ല എന്നൊക്കെ ഇവിടെ മാധ്യമങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്യുകയാണ്. ഒരു ദിവസം ഹൈക്കമാൻഡിന് തീരുമാനം വരുന്നു,
MP മാർക്കാർക്കും സീറ്റില്ല. അടുത്ത ദിവസം, അതായത് ഇലക്ഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം രാവിലെ വരുന്നു ഹൈക്കമാൻഡ് വഴങ്ങി. ചാനലിൽ വരുന്ന വാർത്തയാണ് കേട്ടോ. ഹൈക്കമാൻഡ് വഴങ്ങി, കെ സുധാകരനും അടൂർ പ്രകാശനും മത്സരിക്കാൻ അനുമതി. ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ്. എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. കോൺഗ്രസ്സുകാർ തന്നെ സങ്കടം പറഞ്ഞു. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ജീർണതയാണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരെ എനിക്കറിയാം. എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. MP മാരാരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, അതൊരു നയമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം രണ്ടാമതൊരു ഇലക്ഷൻ, അവിടെ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ ഒന്ന്, കോൺഗ്രസിന്റെ സീറ്റ് നഷ്ടപ്പെടാം. രണ്ട്, അതിനുവേണ്ടി ഈ ഇന്ത്യ ഗവൺമെന്റ് മുടക്കേണ്ടി വരുന്ന തുക, പണം, അത് ജനങ്ങളുടെ നികുതി പണമാണ്. അത് ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടുകൂടി ഞാനും അതിനനുകൂലിച്ചില്ല. എന്നാൽ സുധാകരൻ വന്ന് ധർമ്മടത്ത് പിണറായിക്കെതിരായിട്ട് മത്സരിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശരിയാണ്, ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ പറ്റും. രണ്ട് ഇരട്ടച്ചങ്ങന്മാർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അതൊരു നല്ല കാഴ്ചയാണ്, നല്ല വാർത്തയാണ്. എന്നാൽ അദ്ദേഹം കണ്ണൂർ മത്സരിക്കുന്നതാണല്ലോ ന്യൂസ് വന്നത്. ഇനി ഈ വാർത്തകളെല്ലാം ബ്രേക്ക് ചെയ്ത ചാനൽ വൈകിട്ട് 7 മണിയായപ്പോൾ ഇതാ പറയുന്നു, ഹൈക്കമാൻഡ് അനുമതി കൊടുത്തില്ല, മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. മാധ്യമങ്ങൾ ഈ വാർത്തകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചാനലുകൾ മത്സരിക്കുകയാണ്. സുധാകരൻ മത്സരിക്കാൻ പോകുന്നു. സുധാകരൻ കോൺഗ്രസുമായിട്ട് ഇടഞ്ഞു. കോൺഗ്രസിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞു. അതിനിടയ്ക്ക് വന്ന വാർത്തയാണ്. രമേശ് ചെന്നിത്തലയോട് KC വേണുഗോപാലിനോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി, ഗുഡ് ബൈ എന്ന് പറഞ്ഞു എന്ന് ഈ ചാനലുകാർ പറയുകയാണ്. പക്ഷെ 7 മണിക്ക് സുധാകരൻ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞെന്താണ്? പാർട്ടിയാണ് വലുത്, പാർട്ടിയിൽ എത്രയോ ചെറിയ ആളാണ് ഞാൻ മത്സരിക്കുന്ന ആരോട് പറഞ്ഞു. മാധ്യമങ്ങളാകപ്പാടെ നാണം കെട്ടുപോയി. ഈ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത റിപ്പോർട്ടർ ചാനൽ ചെറിയ ഒരു വാർത്തയിൽ അവസാനിപ്പിച്ചു. MP ഗോവിന്ദനും CPM-ന്റെ പ്രമുഖ നേതാക്കളും DJ പാർട്ടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കാരണം കണ്ണൂര് കോൺഗ്രസ് തകരുന്നു. കണ്ണൂരിൽ നിന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി തകരുകയാണ്. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് സുധാകരൻ പടിയിറങ്ങുന്നു. വലിയ പാർട്ടികൾ അറേഞ്ച് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെയാണ് LDF-നും ഗോവിന്ദനും ഒക്കെ കൃത്യമായി അടികിട്ടിയത്. ഇപ്പോൾ കണ്ണൂർ കോട്ടയിൽ സംഭവിക്കുന്നത് എന്താണ്? CPM-ന്റെ തകർച്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ട് CPM പ്രവർത്തകർ തന്നെ. തലശ്ശേരിയിൽ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ UDF-ന്റെ സപ്പോർട്ടോടെ മത്സരിക്കുന്നു. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ 60 വർഷത്തെ നേതാവായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന മനുഷ്യൻ അവിടെ UDF-ന്റെ സപ്പോർട്ടോടെ മത്സരിക്കുന്നു. അങ്ങനെ കോട്ടക്കൊത്തലങ്ങൾ CPM-ന് കൈവിടുകയാണ്. ഇനി റിപ്പോർട്ടർ ചാനൽ ആരെ സപ്പോർട്ട് ചെയ്യും? റിപ്പോർട്ടർ ചാനലിന് ഒരിക്കൽ കൂടി LDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവർ, അതിന്റെ മുതലാളി എന്ന് പറയുന്ന ആൾ അകത്ത് പോകുമെന്ന് സംശയമാണ്. അതുകൊണ്ടാണ് വഴിവിട്ട് ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ റിപ്പോർട്ടർ ചാനലുകാരും CPM-ഉം ഒക്കെ ഇപ്പോൾ അങ്കലാപ്പിലാണ്. സുധാകരനെ വരച്ച വരയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ആ വര ചാടിക്കടന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ വരയ്ക്കിപ്പുറം നിന്നുകൊണ്ട് ഓടാ നായിൻ്റെ മക്കളെ എന്ന് പറയാൻ സുധാകരനൊരു മടിയും ഉണ്ടായില്ല. സുധാകരൻ പാർട്ടിക്ക് വിധേയനായി നിന്നുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി അക്ഷീണം പരിശ്രമിക്കുമെന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതോടെ കോൺഗ്രസ് പ്രവർത്തകർ ഊർജ്ജസ്വലരായി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ഒന്നടങ്കം ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് കേരളത്തിലെ ജനങ്ങളൊന്നിറങ്ങുന്നത്. കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾ എന്ന് പറയുന്നവർ വരെ CPM-നെതിരാണിപ്പോൾ. കാരണം പാർട്ടിയുടെ മൂല്യങ്ങളും ആദർശങ്ങളുമെല്ലാം ബലി കഴിച്ചിരിക്കുന്ന ഒരു നേതൃത്വമാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് അധികാര കസേര മാത്രമേ ലക്ഷ്യമുള്ളൂ. അതിൻ്റെ ലക്ഷ്യം പണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. പാർട്ടിക്ക് പണമുണ്ടാക്കുന്നതിനോടൊപ്പം തങ്ങളുടെ പോക്കറ്റും വീർപ്പിക്കാനുള്ള ശ്രമമാണ്. സുധാകരനും TK ഗോവിന്ദനുമെല്ലാം പാർട്ടിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും മാറി നിൽക്കുന്നത്, പുറത്തു വന്നത് ആ ആദർശങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും CPM വ്യതിചലിച്ചു പോകുന്നതുകൊണ്ടാണ്. കുഞ്ഞികൃഷ്ണൻ എന്തിനാണ് അംഗം വെട്ടിയത്? കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതെന്താണ്? CPM പാർട്ടി എന്ന് പറയുന്നത് നല്ല നേതാക്കന്മാർ കൂടി വളർത്തിക്കൊണ്ടുവന്നതാണ് കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ. അതിന് തകർച്ചയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ല. TK ദിവാകരന്റെ കാര്യം രസകരമാണ്. കുഞ്ഞികൃഷ്ണൻ അവിടെ MLA രക്തസാക്ഷി ഫണ്ട് വെട്ടി എന്ന് പറയുന്ന കണക്കുകൾ അവതരിപ്പിച്ചപ്പോൾ KK രാഗേഷ് എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി വന്നിരുന്ന് പത്രക്കാരോട് പറയുകയാണ്, അതെല്ലാം കള്ളമാണ്, പാർട്ടിക്ക് ബോധ്യമുണ്ട്, ഒരു അഴിമതിയും നടന്നിട്ടില്ല. അതിന്റെ തൊട്ടടുത്തിരുന്ന ആളാണ് TK ഗോവിന്ദൻ. ആ ഗോവിന്ദൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ട് പറയുകയാണ്, കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതായിരുന്നു ശരി. KK രാഗേഷ് എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കണമെങ്കിൽ മുഖ്യമന്ത്രി പറയണം. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ആജ്ഞയ്ക്കനുസരിച്ച് വേഷം കെട്ടുന്ന ഒരു ജില്ലാ സെക്രട്ടറിയാണ് KK രാഗേഷ്. CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതിനപ്പുറം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ നീങ്ങുമോ? കേന്ദ്ര സെക്രട്ടറി ചലിക്കുമോ? കേരളത്തിലെ നേതാക്കൾ അനങ്ങുമോ? അപ്പോൾ ആര് മത്സരിക്കണം, ആര് മത്സരിക്കണ്ട, ആര് മന്ത്രിയാവണം, ആര് മന്ത്രിയാവണ്ട,
ഘടകകക്ഷികൾ എന്ത് ചെയ്യണം എന്നിവരെ തീരുമാനിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി തീരുമാനിക്കുമെന്നാണ് എല്ലാവരും പറയുക. പാർട്ടി ഈസ് ഈക്വൽ ടു പിണറായി വിജയൻ. ആ അവസ്ഥയിലേക്ക് CPM അധപ്പതിച്ചിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ല. അവർ കഴിഞ്ഞ 10 വർഷമായി കണ്ണീരൊഴുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം, അതിനു മുമ്പുള്ള 5 വർഷം സംശയമുനയിലായിരുന്നു ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്. 2ാം ടൈമിൽ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ നേതൃത്വത്തിന് അഹങ്കാരം തുടങ്ങി. പാർട്ടിയുടെ ആദർശങ്ങളെ മുറുകെ പിടിക്കുന്ന നേതാക്കന്മാരെയൊക്കെ വീട്ടിലിരുത്തി ഒന്നിനും കൊള്ളാത്ത കുറെ മന്ത്രിമാരെ അധികാര കസേരയിലേക്ക് കൊണ്ടുവന്നു. അവിടെയെല്ലാം തീരുമാനിക്കുന്നത് പിണറായി വിജയൻ. പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് പാർട്ടി ഇടുന്നവരും തിരുവാതിര നടത്തുന്നവരും പാർട്ടിയുടെ ഘടകകക്ഷികളിലൊക്കെ വലിയ നിലയിലെത്തി. അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടി. സർക്കാരിൻ്റെ പണം ഓരോരുത്തരുടെയും പോക്കറ്റുകളിലേക്ക് വന്നു. ഊരാളുങ്ങൾ സൊസൈറ്റിയിലൂടെയും മറ്റ് ഒരുപാട് പദ്ധതികളിലൂടെയും പാർട്ടി സഹായികൾക്ക് നിറയെ പണം കിട്ടി. അവിടെ പണം കിട്ടാത്തവർ സാധാരണ അംഗങ്ങൾ മാത്രമാണ്, സാധാരണ ജനങ്ങൾ മാത്രമാണ്. അങ്ങനെ പണം പോക്കറ്റിൽ നിറച്ചവരൊക്കെ പിണറായിയെ സ്തുതിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും രംഗത്ത് വന്നു. ആ സ്തുതിപാഠകർക്ക് വീണ്ടും വീണ്ടും കൈയയച്ച് സഹായങ്ങൾ ചെയ്തു കൊടുത്തു CPM എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി. ഇതല്ലേ കേരളത്തിൽ സംഭവിച്ചത്? ഒരു നവകേരള സർവേ നടത്തി. DYFIയുടെ പ്രവർത്തകരും SFIയുടെ പ്രവർത്തകരും പാർട്ടി അനുയായികളുമാണ് ഓരോ വീടുകളിലും കയറിയത്. അതിനുവേണ്ടി ഒരു വീടൊന്നിന് 7.5 രൂപ ഓരോരുത്തർക്കും കിട്ടുകയാണ്. അതെല്ലാം സൗജന്യമായി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, അവർക്കെല്ലാം പണം കൊടുക്കാൻ തീരുമാനിച്ചു. സർക്കാരിൻ്റെ പണം എന്ന് വെച്ചാൽ ജനങ്ങളുടെ പണം. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്ന് വരെ എത്രയോ കോടി രൂപയ്ക്കാണ്, 115 കോടി രൂപയ്ക്കോ മറ്റാണ് സർക്കാർ പരസ്യങ്ങൾ ചെയ്തത്. അത് പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട്, LDF മന്ത്രിസഭയെ സ്തുതിച്ചുകൊണ്ട് PRD പരസ്യം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും നികുതി പണമാണ് എടുത്ത് വ്യയം ചെയ്തത്. ഇത് അനീതിയാണ്. ഈ അനീതി നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. നിങ്ങൾ ഏത് പാർട്ടി വിശ്വാസിയുമായിക്കോട്ടെ, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണം, ഞാൻ കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കുകയാണ്, അല്ലെ UDFന് വേണ്ടി വോട്ട് പിടിക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞത് പാർട്ടി സഹാക്കളോടാണെങ്കിലും ഇങ്ങനെ കേരളത്തെ നശിപ്പിക്കുന്ന, ജനങ്ങളുടെ തലയിൽ കരിങ്കല്ല് കയറ്റി വെക്കുന്ന, വലിയ ഭാരം കയറ്റി വെക്കുന്ന ഈ പാർട്ടി നേതാക്കളെ ഇനിയും ജയിപ്പിച്ചു വിടരുത്. ഒരു ടീമും കൂടി അധികാരം കൊടുത്താൽ നശിക്കുന്നത് കേരളം മാത്രമല്ല, CPM എന്ന് പറഞ്ഞ പാർട്ടി കൂടിയാണ്. അത് നശിച്ചാൽ നിങ്ങൾക്ക് എന്താ എന്ന് ആരെങ്കിലും ചോദിക്കാം. ഇവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാവണം. BJPയുടെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം. കോൺഗ്രസ് മുക്തമായാൽ ഏറ്റവും വലിയ ദേശീയ പാർട്ടിയായ BJPക്ക് ഇന്ത്യയിൽ മൊത്തം ഭരണം നടത്താം. പ്രതിപക്ഷമില്ലാതെ വരുമ്പോൾ അവിടെ ഏകാധിപത്യം നടക്കും. അതല്ലേ സംഭവിക്കുക? അങ്ങനെ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ തള്ളിവിടാൻ പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം വേണം. കേരളത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി വേണം. നല്ല പ്രതിപക്ഷം വേണം. നല്ല പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഭരണപക്ഷത്തിന് ഭരിക്കാൻ കഴിയൂ. ഭരണപക്ഷത്തിന് അഴിമതിയില്ലാതെ ഭരിക്കാൻ കഴിയും. ഇവിടെ LDF 2 ടൈം അധികാരത്തിലിരുന്നപ്പോഴും അഴിമതി കൊടികുത്തി വാണിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രതിപക്ഷത്തിന്റെ അപജയമാകാം, പ്രതിപക്ഷത്തിന്റെ ബലഹീനതയാവാം. എന്നാൽ പ്രതിപക്ഷത്തിരിക്കാൻ ഏറ്റവും നല്ല പാർട്ടി CPM ആണ്. അവരോരോന്ന് കണ്ടുപിടിച്ച് അതിനെതിരെ ജനങ്ങളെ ഇളക്കി സമരം ചെയ്യും. അതോടെ ഭരണത്തിലിരിക്കുന്നവർ ഭയപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വേണം. ഞാൻ ഈർക്കിൽ പാർട്ടികളെ കുറിച്ചല്ല പറയുന്നത്. ഈർക്കിൽ പാർട്ടികളെ ഒഴിവാക്കുക തന്നെ വേണം. അവരൊക്കെ അധികാരത്തിന് വേണ്ടി മാത്രമാണ് തൂങ്ങിക്കിടക്കുന്നത്. നല്ല രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ വളരണം. വളർന്നെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് രക്ഷയുണ്ടാകൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇനി LDF എന്ന് പറയുന്ന ഒരു മുന്നണിയെ ഈ ടീമിൽ കൊണ്ടുവരരുത്. കേരളത്തെ ജനങ്ങൾ തീരുമാനമെടുക്കണം. കൊണ്ടുവന്നാൽ ഇവിടെ കഷ്ടമനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ്. ജനങ്ങൾ ദുരിതക്കയത്തിലാവും. വിലക്കയറ്റം കൊണ്ടും അഴിമതി കൊണ്ടും സ്വജനപക്ഷപാതം കൊണ്ടും പിൻവാതിൽ നിയമനം കൊണ്ടും പാർട്ടി അണികൾക്ക് മാത്രമല്ലാതെ സാധാരണ ജനങ്ങളുടെ നടുവൊടിക്കുന്ന സർക്കാരായിരിക്കും 3ാം ടൈമിൽ LDF സർക്കാർ വന്നാൽ. അതുകൊണ്ട് സൂക്ഷിക്കുക, കരുതിയിരിക്കുക. താങ്ക് യു.